തകർക്കും. മണിഗോപുര ശിഖരങ്ങൾ, മന്ത്രനിലാമാളികകൾ എല്ലാം നാം നേടിയെടുക്കും. രക്തം തിളക്കട്ടെ, ഗർവം നിലക്കട്ടെ, ഭേരി പടകങ്ങൾ എങ്ങും മുഴങ്ങട്ടെ. രക്തം തിളക്കട്ടെ, ഗർവം നിലക്കട്ടെ, ഭേരി പടകങ്ങൾ എങ്ങും മുഴങ്ങട്ടെ. ആത്മാവിനിത്യമ സ്നേഹം തുളുമ്പട്ടെ, ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ. സംഗീതം സാന്ദ്രമായി, സായാഹ്നം സാക്ഷിയായി, വീർന്ന മണ്ണിൽ നിന്നുയർന്നു പൊങ്ങ. അപ്പോൾ ഈ ധരണിയുടെ അധ്യക്ഷനായ ജില്ലാ പ്രസിഡന്റ് തേജസ് അവർക്ക് സ്വാഗതം നേർന്നുകൊള്ളുന്നു. അതുപോലെ തന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ഉപേന്ദ്രജിക്കും എൻ്റെ പേരിൽ സ്വാഗതം നേർന്നുകൊള്ളുന്നു. അതുപോലെ തന്നെ BMSൻ്റെ ജില്ലാ സെക്രട്ടറി ബാബുവട്ടൻ അവർക്കും എൻ്റെ പേരിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. സ്വാഗതം. അതുപോലെ സെക്രട്ടറി ശ്രീ മനീഷേട്ടൻ, BMSൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ശ്രീ ദിനേശ് ചേട്ടൻ, അതുപോലെ തന്നെ ഹരീഷ് ചേട്ടൻ, എന്ന കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ദാരുണമായി സൂയിസൈഡ് ചെയ്യുകയുണ്ടായി. തുടർന്ന് BMSയുടെ ഭാഗത്തു നിന്ന് ശക്തമായ പ്രതിഷേധം നടത്തി. അത് കഴിഞ്ഞ ശനിയാഴ്ച BMSകാരെ സംസ്ഥാന സമിതി ചേരുകയും ആ സമിതിയിൽ ശക്തമായ പ്രതിഷേധം എല്ലാ 14 ജില്ലകളിലും BMSകാരുടെ ശക്തമായ പ്രതിഷേധം നടത്തുവാൻ വേണ്ടിയുള്ള തീരുമാനമുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കാസർഗോഡ് ജില്ലയിൽ മാത്രമല്ല എല്ലാ 14 ജില്ലകളും കളക്ട്രേറ്റ് മാർച്ചും തിരുവനന്തപുരം ജില്ലയിൽ സെക്രട്ടേറിയറ്റ് മാർച്ചും നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഇപ്പോൾ എല്ലാവരും നമ്മൾ ചേർന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എല്ലാ രീതിയിലുള്ള ശക്തമായ പ്രതിഷേധം ഇതിനെതിരെ ഉണ്ടാകണം. അത് സോഷ്യൽ മീഡിയയിലാണെങ്കിലും നേരിട്ടാണെങ്കിലും ശക്തമായ പ്രതിഷേധം എല്ലാ മെമ്പേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ഇപ്പോൾ പറയാനുള്ളത്. അതുമാത്രമല്ല, ആണെങ്കിലും മാനേജറാണെങ്കിലും ഈ വ്യക്തി സൂസൈഡ് ചെയ്യാനുള്ള കാരണം തീർച്ചയായിട്ടും ഉറപ്പിലടക്കം രേഖപ്പെടുത്തിക്കൊണ്ടാണ് പുള്ളി സൂസൈഡ് ചെയ്തത്. അപ്പോൾ ഇനി അങ്ങോട്ട് ഇതൊരു വേക്കപ്പ് കോളായി ഇട്ടുകൊണ്ട് എല്ലാ മെമ്പേഴ്സും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഈ ഒരു അവസരത്തിൽ രേഖപ്പെടുത്താൻ വേണ്ടിയുള്ള റിക്വസ്റ്റാണ് ഞാൻ പറഞ്ഞുള്ളത്. അടുത്തതായി ഇവിടെ ഒരു ധർണാ സമരം കളക്ടറേറ്റിലേക്ക് നടത്തുന്നത്. ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഇക്കഴിഞ്ഞ ജൂലൈ 15-ാം തീയതി ഫാർമ മേഖലയിൽ തന്നെ നടത്തിയ സംഭവമാണ് തിരുവനന്തപുരം ജില്ലയിൽ നടന്നത്. തിരുവനന്തപുരം ജില്ലയിൽ ആബട്ട് എന്ന കമ്പനിയിൽ കഴിഞ്ഞ 5 മാസമായി ജോലി ചെയ്യുന്ന 26 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്യുകയുണ്ടായി. ആത്മഹത്യ കുറിപ്പിൽ കൃത്യമായും എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നത് കൃത്യമായും രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഒരു ചെറുപ്പക്കാരൻ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. അദ്ദേഹം അതിന് സൂചിപ്പിച്ചിരിക്കുന്നത് കമ്പനിയുടെ ടാർഗറ്റ് പ്രഷറും സമ്മർദ്ദവും കഴിഞ്ഞ 6 മാസം നൽകുന്നത് ഇത് താങ്ങാൻ പറ്റാതെയാണ് ആത്മഹത്യ ചെയ്യുന്നതെന്നാണ് ആത്മഹത്യ കുറിപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കഴിഞ്ഞ 3 വർഷമായി GSK എന്ന് പറയുന്ന MNC കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. അത്യാവശ്യം പ്രഷർക്കുള്ള കമ്പനിയാണ്. എന്നിട്ട് പോലും ഈ ആബട്ട് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പ്രഷർ താങ്ങാതെ മരിക്കാനിടയായി. ഇന്നിപ്പോൾ ഇവിടെ സമരം ചെയ്യുന്നത് ആബട്ട് എന്ന് പറയുന്ന കമ്പനിയുടെ മാനേജ്മെന്റിനെതിരെ മാത്രമല്ല, ഇന്ന് ആരോഗ്യ മേഖലയിൽ രാത്രി പകലും എന്നില്ലാതെ ജോലി ചെയ്യുന്ന മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്മാരെ ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും അതിനുള്ള അവസരം ഉണ്ടാക്കണമെന്ന് മുഴുവൻ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്കും ഇതൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കൊറോണ കാലഘട്ടത്തിന് മുമ്പ് വരെ, കഴിഞ്ഞ ഒരു 6 വർഷം മുമ്പ് വരെ ഉണ്ടായിരുന്ന ഫാർമ മേഖലയല്ല എന്നുള്ളത്. ഓരോ ദിവസവും കാലഘട്ടത്തിന് ശേഷം കമ്പനി ഒരു ടാർഗറ്റ് നൽകും. അതുകൂടാതെ മാനേജർമാരുടെ ZMന്റെ ടാർഗറ്റ് വേറെയാണ്, റീജിയണൽ മാനേജറുടെ ടാർഗറ്റ് വേറെയാണ്, ABMന്റെ ടാർഗറ്റ് വേറെയാണ്.
മുമ്പൊക്കെയാണെങ്കിൽ നമുക്കറിയാം ഫാർമ ഇൻഡസ്ട്രിയിലെ ഗ്രോത്തിനനുസരിച്ച് 7% അല്ലെങ്കിൽ 8% ടാർഗറ്റ് ഗ്രോത്ത് തരുന്ന സ്ഥാനത്ത് ഇന്നിപ്പോ 30%, 40%, 50% ഒക്കെയാണ് ടാർഗറ്റ് അയച്ചു തരുന്നത്. എന്നിട്ടും നമുക്കറിയാം നമ്മുടെ മേഖല ആരോഗ്യ മേഖല പ്രവർത്തിക്കുന്ന മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്മാരുടെ ജോലി ഇതുവരെ നിർവചിക്കാത്ത ഒരു ജോലിയാണ്. ഇനി ഏത് മേഖല, ഒരു ടൈലറിംഗ് ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ അവർക്ക് സ്റ്റിച്ചിങ് ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷേ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് എന്ന് പറയുന്ന ചെറുപ്പക്കാരുടെ ജോലി ഇതുവരെ ഡിഫൈൻ ചെയ്യാത്ത ജോലിയാണ്. നമ്മൾ ഇന്നും സെയിൽസ് പ്രൊമോഷൻ ആക്ടിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നതാണ്. നാം നിരന്തരമായി കേന്ദ്ര സർക്കാരിനോട് പോലും നാം ആവശ്യപ്പെട്ടാണ് BMSR അല്ലെങ്കിൽ ഫാർമ മേഖലയിൽ ജോലി ചെയ്യുന്ന മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്മാരെ ID ആക്ടിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്ന്. ഇന്ന് നമുക്കറിയാം മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് പറയുന്ന ജീവനക്കാര് 40-40ഓളം ജോലികളാണ് ചെയ്യുന്നത്. പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ നമുക്കൊക്കെ അറിയാം ഡോക്ടറെ കാണും, നമ്മുടെ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യും, ഡോക്ടറെ കൊണ്ട് എഴുതിപ്പിക്കുന്നു. പക്ഷെ നേരെ മറിച്ച് രാവിലെ 6 മണിക്കോ 7 മണിക്കോ എണീച്ച് നമ്മുടെ സാമ്പിൾസ് സെറ്റാക്കലും ടാബ് റെഡിയാക്കലും അതിനുശേഷം ഡോക്ടറെ കാണുക, കെമിസ്റ്റിനെ കാണുക, പ്രൊഡക്റ്റ് അവൈലബിലിറ്റി ചെയ്യുക, സിസ്റ്റർമാരുടെ ചീത്ത കൊള്ളുക, ഡിസ്ട്രിബ്യൂട്ടർ പേയ്മെന്റ് നോക്കുക, ഇങ്ങനെ 40-40ഓളം ജോലികളാണ് മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്മാർ ചെയ്യുന്നത്. അത് മാത്രമാണോ, നമ്മൾ 5, 6, 7 മണിക്ക് വീട്ടിലെത്തിയാൽ രാത്രി ABM-ന്റെയും അതുപോലെ തന്നെ ZM-ന്റെയോ RAM-ന്റെയോ ഓൺലൈൻ മീറ്റിംഗ്, അത് 10 മണിയും 11 മണിയും 12 മണി വരെയാണ് ഓൺലൈൻ മീറ്റിംഗ് നടക്കുന്നത്. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ 7 മണി മുതൽ വീണ്ടും ഓൺലൈൻ മീറ്റിംഗ് ആണ്. ഇങ്ങനെ നിരന്തരം ചൂഷണം ചെയ്തുകൊണ്ട് നമ്മുടെ ആരോഗ്യമേഖല പ്രവർത്തിക്കുന്ന മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്മാരെ നിരന്തരം ചൂഷണം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ധർണാ സമരത്തിൽ നമ്മൾ ആവശ്യപ്പെടുന്നത്, നമ്മളെല്ലാ കമ്പനികൾക്കും, ഫാർമ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ കമ്പനികൾക്കും കൃത്യമായും BMSRയുടെ നേതൃത്വത്തിൽ നാം ലെറ്റർ അയക്കുകയാണ്. മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്മാരെ തൊഴിലാളികളായി മനുഷ്യന്മാരായി കണ്ടുകൊണ്ട് അവർ ജോലി സമയം നിർവഹിച്ചുകൊണ്ട് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ അവർക്കും കുടുംബങ്ങളുണ്ട്, ഭാര്യമാരുണ്ട്, മക്കളുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്. ഇന്ന് നമുക്ക് 24 മണിക്കൂർ ജോലി ചെയ്താലും ടാർഗറ്റ് ആയില്ലെങ്കിൽ അതിന്റെ പ്രശ്നം. ടാർഗറ്റ് ആയിട്ടില്ലെങ്കിൽ കമ്പനിയുടെ റിവ്യൂ മീറ്റിംഗ് 2 ദിവസം 3 ദിവസമാണ് റിവ്യൂ മീറ്റിംഗ്. ഇന്നിപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ 1 വർഷത്തിലേക്ക് ഭാരതത്തിലെ 5ഓളം പേരാണ് ഈ ഒരു വിഷയം മൂലം ആത്മഹത്യ ചെയ്യുന്നത് തന്നെ. കേരളത്തിൽ നമുക്കറിയാം കഴിഞ്ഞ വർഷം കാസർഗോഡ് ജില്ലയിൽ HNDൽ ജോലി ചെയ്യുന്ന രവിചന്ദ്രൻ എന്ന വ്യക്തി അപകടം മൂലം, ആക്സിഡന്റ് മൂലം മരിക്കാനിടയായി. ഇന്ന് വാഹനം ഓടിക്കുന്നു. കാരണം നമ്മൾ രാവിലെ 7 മണിക്ക് സർക്കസ് പോലെ വാഹനത്തിൽ ബൈക്കിലോ കാറിലോ കയറിയാൽ പാതി രാത്രി വരെ 200-300 കിലോമീറ്ററാണ് ഓരോ ദിവസവും നാം ബൈക്കിൽ യാത്ര ചെയ്യുന്നത്. അത് മഴയായാലും വെയിലായാലും യാത്ര ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. ആ സമയത്ത് നമുക്ക് പല മാനസിക പിരിമുറുക്കം, മാനേജർമാരുടെ തോളും ഡിസ്ട്രിബ്യൂട്ടർമാരുടെ തോളും പേയ്മെന്റും ഇതൊക്കെ ഉണ്ട്. മാനസിക സമ്മർദ്ദം മൂലമാണ് നമ്മുടെ ജനപ്രസാദ് ആക്സിഡന്റ് മൂലം മരിക്കാനിടയായത്. അതുപോലെ തന്നെ 2015 കോഴിക്കോട് ജില്ലയിൽ അനുപരാജ് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ അറ്റാക്കായി മരിച്ചു. ഇത് 60 വയസ്സുള്ള ഒരാളെ കാര്യമല്ല പറഞ്ഞത്. 34 വയസ്സുള്ള അനുപരാജ് അറ്റാക്ക് മൂലം മരിക്കാനുണ്ടായി. അതുപോലെ തന്നെ അതിന് മുന്നത്തെ വർഷം നമ്മുടെ പാലക്കാട് ജില്ലയിലെ സിദ്ധാർത്ഥ്. ഇത് നിരന്തരം ഒരുപാട് വിഷയങ്ങളാണ് ഈ മേഖല നിൽക്കുന്നത്. നമ്മുടെ കാസർഗോഡ് ജില്ലയിലാണെങ്കിലും ഇന്നും 30-35 വയസ്സുള്ള നമ്മുടെ ചെറുപ്പക്കാർ ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ സ്ട്രോക്കോ വന്നിട്ട് അഡ്മിറ്റ് ആവുന്ന ഒരു അവസ്ഥയാണ്. ഇതൊക്കെ കമ്പനിയിൽ നിന്നുള്ള പ്രഷറാണ്. നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ ഒരു 5-6 വർഷം മുമ്പ് വരെ ഒരു ഫാർമ മേഖല എന്ന് പറയുന്നത് ജോലി ചെയ്യാൻ ആളുകൾ ഇങ്ങോട്ട് വരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഈ ഒരു പ്രഷർ അല്ലെങ്കിൽ നമുക്ക് നേരിടുന്ന ഈ സമ്മർദ്ദം മൂലം ചെറുപ്പക്കാർ ഈ മേഖലയിലേക്ക് വരാൻ തന്നെ പേടിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്നിരുന്നാലും BMSR ഈ ഒരു 14 ജില്ലകളിൽ നിന്ന് നടത്തുന്ന പ്രതിഷേധ പരിപാടിയോടുകൂടി നമ്മുടെ പ്രവർത്തനം അവസാനിക്കുന്നില്ല. തുടർന്ന് അടുത്ത മാസം 13-ാം തീയതി സെക്രട്ടേറിയറ്റിലേക്ക് കേരളത്തിലെ 14 ജില്ലകളെയും നമ്മുടെ പ്രവർത്തകന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ബഹുജന റാലി നടത്തുകയാണ്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ പാർലമെന്റ് മാർച്ചും കൂടി നാം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മുടെ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്മാരെ FT ആക്ടിൽ നിന്ന് ID ആക്ടിലേക്ക്, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടിലെ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്നുള്ള വലിയൊരു പ്രക്ഷോഭവുമായി കേന്ദ്ര സർക്കാരിനെതിരെ നാം സമരം ചെയ്യുകയാണ്. ഏതായാലും ഈ അവസരത്തിൽ നമ്മുടെ കൂടെയുള്ള നമ്മുടെ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്മാരോട് പറയാനുള്ളത്, ജോലി ഭാരം കൂടുതലുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് തീർച്ചയായിട്ടും അത് രാഷ്ട്രീയമോ ജാതിയോ മതമോ നോക്കാതെ BMSR എല്ലാവരുടെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കമ്പനി കൃത്യമായി മെയിൽ ചെയ്യുകയും കമ്പനി അറിയാതെ ചില രാവിലെ ഡോക്ടർമാരുടെ അടുത്ത് പോയിട്ട് ടേബിളിലും മറ്റേ റിമൈൻഡർ കാർഡ് വെക്കേണ്ടതാണ്. എല്ലാ ദിവസവും ഒരു ഡോക്ടർക്ക് ആഴ്ചയിൽ 6 ദിവസം റിമൈൻഡർ കാർഡ് വെക്കേണ്ട ഒരു അവസ്ഥയാണ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യ അവകാശ ലംഘനം കൂടിയാണ്. അപ്പൊ ഇതിനെതിരെ BMSR ശക്തമായും പ്രതികരിക്കുകയാണ്. അതുമാത്രമല്ല നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ
മരിക്കാനിടയാ ഋതുവിൻ്റെ ഫാമിലിക്ക് അർഹതപ്പെട്ട എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങിക്കൊടുക്കാൻ വേണ്ടി BMSR കൂടെ ഉണ്ടാവും. നാം ആവശ്യപ്പെടുന്നത് കമ്പനിയോട് ഏറ്റവും ചുരുങ്ങിയത് 1 കോടി രൂപയെങ്കിലും മിഥുൻ്റെ ഫാമിലിക്ക് നൽകിക്കൊണ്ട് ആ ഫാമിലിയെ, കാരണം 26 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാണ്, 30-32 വർഷം ഈ മേഖലയിൽ പ്രവർത്തിക്കേണ്ട ഒരു യുവാവാണ് ആത്മഹത്യ മൂലം തൻ്റെ ജീവൻ ഇല്ലാതാക്കിയത്. അതുകൊണ്ട് ആ ഫാമിലിയെ രക്ഷിക്കാൻ വേണ്ടി ഏറ്റവും ചുരുങ്ങിയ 1 കോടി രൂപയെങ്കിലും കമ്പനി കൊടുക്കണമെന്നാണ് BMSR ആവശ്യപ്പെടുന്നത്. അത് മാത്രവുമല്ല, ഈ മേഖലയിൽ ഇന്ന് നിലനിൽക്കുന്ന എല്ലാ വിഷയങ്ങളും BMSR സജീവമായി ഏറ്റെടുത്തുകൊണ്ട് വരും കാലങ്ങളിൽ ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഏതായാലും BMSRയുടെ ഇന്നത്തെ ഈ ഒരു മാർച്ചും ധർണ സമരവും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അയച്ചുകൊണ്ട് ഭാരതീയ മെഡിക്കൽ ആൻഡ് സെയിൽസ് റെപ്രസെൻറ്റേഷൻ അസോസിയേഷൻ്റെ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള ശ്രീ തേജസ്, നമ്മുടെ ഇന്നത്തെ ഈ ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത ഭാരതീയ മസൂർ സംഘത്തിന്റെ കാസർഗോഡ് ജില്ലാ അധ്യക്ഷനും BMSRയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള ശ്രീ ഉപേന്ദ്രൻ അവറുകൾ, ഭാരതീയ മസൂർ സംഘത്തിന്റെ ജില്ലാ ട്രഷററും നമ്മുടെ യൂണിയന്റെ സംസ്ഥാന സെക്രട്ടറിയുമായിട്ടുള്ള ശ്രീ മനീഷ്, ഭാരതീയ മസൂർ സംഘത്തിന്റെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശ്രീ ദിനേശ് പി, ഹരീഷ് കുതിരപ്പാടി, BMSRയുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധ പ്രകടനം നടക്കുകയാണ്. ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളുടെ ജീവന് സംരക്ഷണം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കലക്ടറേറ്റിന്റെ മുമ്പിൽ നമ്മൾ ഇതുപോലുള്ള സമരം നടത്തുന്നത്. നമുക്കറിയാം, ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ അവരുടെ ഒരു ബിരുദം കഴിഞ്ഞ് അല്ലെങ്കിൽ അവരുടെ ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞ് മോഹന വാഗ്ദാനങ്ങൾ നൽകി ഈ ഫീൽഡിലേക്ക് വരുമ്പോൾ, ഈ മേഖലയിലേക്ക് വരുമ്പോൾ ഈ കമ്പനികളെല്ലാം തന്നെ, കുത്തക കമ്പനികളെല്ലാം തന്നെ മോഹന വാഗ്ദാനങ്ങൾ നമുക്ക് നൽകും. ആ വാഗ്ദാനങ്ങൾ അവരുടെ ജോലി ആരംഭിച്ച് ഒരു 22 വയസ്സോ 23 വയസ്സിലോ ഈ ജോലിക്ക് കയറുമ്പോൾ ആ ചെറുപ്പക്കാരന്റെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാകും. കാരണം മാന്യമായ ഒരു ജോലി, ഒരു എക്സിക്യൂട്ടീവ് ഡ്രസ്സ് ധരിച്ചുകൊണ്ട് ജോലിയിലേക്ക് പ്രവേശിക്കുന്നു. മാന്യമായ കൂലിയും മാന്യമായ ജോലിയും കിട്ടുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഈ മേഖലയിൽ പ്രവേശിക്കുന്നത്. പക്ഷേ അതിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴാണ് അറിയാൻ സാധിക്കുന്നത്, ഞാൻ എത്തിയത് വലിയ ചതിക്കുഴിയിൽ. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ കുത്തക കമ്പനികൾക്ക് എതിരെ ശക്തമായ പോരാട്ടം നടത്തിയില്ലെങ്കിൽ വരും കാലങ്ങളിൽ ഈ മേഖലയിൽ കുത്തക കമ്പനികളുടെ കടന്നുകയറ്റം ഉണ്ടാവുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ ഒരു പ്രതിഷേധ സമരം കൊണ്ട് തീരുന്നില്ല. ഈ ചെറുപ്പക്കാരൻ മരിക്കാനുണ്ടായ സാഹചര്യത്തെ കുറിച്ച് ഇവിടെ ഉദ്ഘാടകൻ പറഞ്ഞു. ആ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ അനുഭവിക്കുന്നു. ഒരു മാന്യമായ ശമ്പളം കിട്ടണമെന്ന് പറഞ്ഞ് വന്ന തൊഴിൽ മേഖലയാണ് ഈ മേഖല. പക്ഷെ ഇന്നെന്താ അവസ്ഥ? മഴയോ വെയിലോ നോക്കാതെ 24 മണിക്കൂറും ഒരു ഡോക്ടറെ കാണുമെങ്കിൽ അപ്പോയിന്റ്മെന്റ് എടുത്ത് ആ ഡോക്ടറുടെ മുമ്പിൽ 1 മണിക്കൂറും അരമണിക്കൂറും കാത്തു നിന്ന് ആ ഒരു ടാർഗറ്റ് തന്നിട്ടുണ്ടാവും. പക്ഷെ ഡോക്ടർമാരോ അല്ലെങ്കിൽ ഹോസ്പിറ്റല് മാനേജ്മെന്റോ ചില കുത്തക കമ്പനികൾക്ക് മാത്രം അവരുടെ മരുന്നുകൾ കൊടുക്കുന്ന ഒരു പ്രവണതയുണ്ട്. അതുകൊണ്ട് ചെറുപ്പക്കാരൻ അവന്റെ എത്ര വലിയ സ്മാർട്ട് കാണിച്ചാലും അവന്റെ സ്മാർട്ട്നെസ് ആ ഡോക്ടറുടെ മുമ്പിൽ കാണിക്കുമ്പോൾ ഏറ്റവും വിനയത്തോടും ഭവ്യതയോടും കൂടി ആ മേഖലയിൽ ജോലി ചെയ്യുന്ന പ്രവർത്തകന്മാര് അവർ വിചാരിക്കുന്ന രീതിയിലുള്ള അവർക്ക് അർഹമായ പരിഗണന ഇന്ന് കിട്ടുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഒരു ഡോക്ടറുടെ അടുത്ത് വരുന്നു. ആ വന്ന ചെറുപ്പക്കാരൻ ആ ഡോക്ടറോട് സംസാരിക്കുമ്പോൾ അന്ന് ഡോക്ടർമാർ ഒരു നല്ല രീതിയിലുള്ള സമീപനം കാണിച്ച കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പല ഡോക്ടർമാരും ഹോസ്പിറ്റലുകാരും ഈ പറയുന്ന മെഡിക്കൽ റെപ്പുകാർ വരുന്ന സമയത്ത് മാന്യമായി പെരുമാറാത്ത ഒരു രീതി സ്ഥിതിവിശേഷം ഇതിൽ കാണുന്നു. അതുകൊണ്ട് എന്താ ഇവർക്ക് വേണ്ടത്? ഒരു 30 വയസ്സ് വരെയുള്ള ചെറുപ്പക്കാരെയാ. ഇവർക്ക് പുതിയ ആളുകളെ കിട്ടും. പക്ഷേ ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന 24 വയസ്സിൽ ജോലിയിൽ പ്രവേശിച്ച് 35 വയസ്സാകുമ്പോഴേക്കും അവന്റെ ഒരു ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോഴാണ് കമ്പനി പറയുന്നു, നിങ്ങൾ വേണ്ട, ഇനി പുതിയ ആള് മതി. കാരണം പുതിയ തലമുറ വരുന്ന സമയത്ത് മോഹന വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ട് പുതിയ തലമുറയെ വരുത്തുന്നു. അപ്പൊ ഈ 45 50 വയസ്സുള്ള ആളുകളെല്ലാം തന്നെ ഇതിൽ നിന്ന് പിരിഞ്ഞു പോകേണ്ട ഒരു ഗതികേടലുണ്ട്. അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായ ഒരു പോരാട്ടം നടത്തി ഈ മേഖല സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ധർമ്മ സമരമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന മുഴുവൻ തൊഴിലാളികൾക്കും ഭാരതീയ മസൂർ സംഘത്തിന്റെ അതിശക്തമായ പിന്തുണ ഉണ്ടാകുമെന്ന് മാത്രം അഭ്യർത്ഥിച്ചു. ഇതൊരു ജീവിക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞിട്ട് ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു സമരമാണ് ഇന്ന്. ഇവിടെ കുറച്ച് പോലീസുകാർ നിന്നിട്ടുണ്ട്. നമ്മളെന്തോ ഇവിടെ ഒരു അക്രമം നടത്തുമെന്ന് പറഞ്ഞിട്ടാണ്
BMSന്റെ സംബന്ധിച്ചിടത്തോളം ഒരു പോലീസ് നിങ്ങളെ ഇതിന്റെ അപ്പുറം കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നമ്മൾ കടപ്പില്ല. എന്താ പറയുക, BMS നിയമത്തെ എപ്പോഴും അംഗീകരിക്കുന്ന ഒരു സംഘടനയാണ്. സാധാരണ നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് ജീവിക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു സമരം ഉണ്ടാകാൻ നടക്കുന്ന സമരം എല്ലാവർക്കും നീറ്റ് പരീക്ഷന്റെ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായതിനെ സംബന്ധിച്ച് ആ ഒരു പേര് പറഞ്ഞിട്ട് അതിനെ ഏതെല്ലാം രീതിയിൽ ആക്രമിക്കാന്ന് പറഞ്ഞ രീതിയിലാണ് ഇവിടുത്തെ പാർലമെന്റിനെ ഇവിടുത്തെ നിയമത്തെ ഏത് രീതിയിൽ ആക്രമിക്കാന്ന് പറഞ്ഞ ഒരു വിഭാഗം ആൾക്കാർ ഒരു പേര് പറഞ്ഞുകൊണ്ട് ഇന്ന് നിരന്തരമായിട്ട് അക്രമം നടക്കുന്ന സമയത്ത് BMSനെ പോലെ സംഘടന എപ്പോൾ ആരാണ് അതിന്റെ ക്രമക്കേട് നടത്തിയത്? നീറ്റ് പരീക്ഷയിലെ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതിന്റെ ക്രമക്കേട് നടത്തിയ ആരെങ്കിലും അത് കർശനമായി നടപടി എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് BMSന്റെ ആവശ്യം. പക്ഷേ BMSനെ സംബന്ധിച്ചിടത്തോളം നിയമത്തെ വെല്ലുവിളിക്കാനില്ല. നിയമത്തെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് തൊഴിലാളികളെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിരന്തരമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ നടത്തുന്നത്. ഇന്നിപ്പോ ഇവിടെ ഈ കമ്പനികളല്ല, ഇന്ന് വലിയ കുത്തക കമ്പനികളായിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സാധാരണ തൊഴിലാളികൾ കഷ്ടപ്പെട്ട് അവർ ജോലിയെടുത്തതിന്റെ ഫലമായിട്ടാണ് ഇന്ന് കുത്തക കമ്പനികൾ ഇന്ന് നിലനിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവരോടുള്ള ഈ തൊഴിലാളികളെ ഇവർക്കുള്ള സൂചന ഇത് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ BMSനെ സംബന്ധിച്ചിടത്തോളം മെഡിക്കൽ ബന്ധം ചെയ്യുന്ന അതേപോലെ ധാരണയുമാണ് ഇവിടെ അവസാനിക്കാൻ പോകുന്നത്. ഇന്നത്തെ ഈ പരിപാടി അധ്യക്ഷസ്ഥാനം വഹിച്ച BMSRA കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് KJസിന് ആദ്യമായി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കൂടാതെ നമ്മുടെ ഈ പരിപാടി സംബന്ധിച്ച് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തു വന്ന BMS കാസർഗോഡ് ജില്ലാ പ്രസിഡന്റും BMSRA സംസ്ഥാന സെക്രട്ടറിയുമായ ശ്രീ ഉപേന്ദ്രൻ കോട്ടക്കണ്ണിക്കും BMSRA കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ഹൃദയം നിറഞ്ഞ നന്ദി. ഇവളണിയും പൊന്നല്ലേ കനവുണരും ദിനമല്ലേ മൊഞ്ചത്തി പെണ്ണിൻ നിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity.